നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോളൂ. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. നമ്മൾ ഇന്നലെ ഡീകമ്പോസിഷൻ ഓഫ് വെജിറ്റബിൾ മാറ്റർ ഇൻറ്റു കമ്പോസ്റ്റ് എന്നുള്ള ആ ഒരു ടോപ്പിക്ക് വരെ ആയിരുന്നു നമ്മൾ നോട്ട് തന്നത്. ബാക്കി എഴുതിക്കോ. നമുക്ക് ശരിക്കും ടൈപ്സ് ഓഫ് റിയാക്ഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ കാതലായിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ 4 ടൈപ്പ് റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. അതിൽ കോമ്പിനേഷൻ റിയാക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ളത്. അപ്പോൾ ഹെഡിങ് എഴുതിക്കോളൂ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ. Decomposition reaction. Decomposition reaction. Decomposition reaction. ഡീകമ്പോസിഷൻ റിയാക്ഷനകത്ത് എന്താണെന്നറിയാമോ, നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. കോമ്പിനേഷൻ റിയാക്ഷനകത്ത് കുറേ ആൾക്കാർ ചേർന്നിട്ട് ഒറ്റ പ്രൊഡക്റ്റ് ഉണ്ടായെങ്കിൽ ഇവിടെ കുറേ ആൾക്കാർ ശരിക്കും ഒരാൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് കുറേ ആൾക്കാരുണ്ടായി മാറുക. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം അത് എഴുതിക്കോ. റിയാക്ഷൻ ഇൻ വിച്ച് എ സിംഗിൾ റിയാക്റ്റന്റ് breaks down to give simpler products or two or more products. അതിൻ്റെ ഒരു ഫ്രെയിം ഞാൻ കാണിച്ചു തരാം. AB എന്ന് പറയുന്ന ഒരു റിയാക്റ്റന്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറും. ഇനി നമുക്ക് ഈ ഡീകമ്പോസിഷൻ 3 രീതിയിൽ നടത്താം. നോക്കിക്കോളൂ. ഡീകമ്പോസിഷൻ 3 രീതിയിൽ നടത്താം. ഡീകമ്പോസിഷൻ റിയാക്ഷൻ takes place in 3 ways. അതിൽ ഒന്ന് തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറയും. തെർമൽ ഡീകമ്പോസിഷൻ ബ്രാക്കറ്റിൽ തെർമോലിസിസ് എന്ന് പറയും. തെർമോലിസിസ് എന്ന് പറയും. അടുത്തത് ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറയും. അത് ഇലക്ട്രോലിസിസ് എന്ന് പറയും. അടുത്തത് ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ അതിനെ ഫോട്ടോലിസിസ് എന്ന് പറയും. എന്നിട്ട് ഒന്ന് എഴുതിയേക്കുക. തെർമോലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരോ ഇട്ടിട്ട് എഴുതിക്കോ. തെർമോലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറയുന്ന പോലെ തന്നെ തെർമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് എന്നാണ് അർത്ഥം. ലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് എന്നാണ് അർത്ഥം. സ്പ്ലിറ്റിംഗ് എന്നാണ് അർത്ഥം. അതേപോലെ അടുത്തത് ഇലക്ട്രോലിസിസ് ആണ്. അത് ഇലക്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ ലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സ്പ്ലിറ്റിംഗ് എന്ന് തന്നെയാണ് അർത്ഥം. സ്പ്ലിറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു തരാം.
അതേപോലെ തന്നെ എന്താണ് ഫോട്ടോലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താ ലൈറ്റ് എന്നാണ് അർത്ഥം. വീണ്ടും ലിസിസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് അർത്ഥം? സ്പ്ലിറ്റിംഗ് എന്നാണ് അർത്ഥം. ഈ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരാളെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിലധികമോ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റുക. തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറയുമ്പോൾ തെർമോലിസിസ് എന്ന് പറയും, ഹീറ്റ് ഉപയോഗിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇലക്ട്രോലിസിസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഫോട്ടോലിസിസ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ഉപയോഗിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ 3 കൺസെപ്റ്റ് ആക്കി പറയുക. നമ്മൾ ഓരോന്നിൻ്റെയും എക്സാമ്പിളായിട്ട് ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയാൻ പോവാണ്. നോക്കിക്കോളൂ. എക്സാമ്പിൾസ് ഓഫ് തെർമോലിസിസ് എന്ന് ഹെഡിങ് എഴുതിക്കോ. എക്സാമ്പിൾസ് ഓഫ് തെർമോലിസിസ്, ഹീറ്റ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന റിയാക്ഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. തെർമോലിസിസ്. ഒന്നാമത്തേത് ഡീകമ്പോസിഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ്. ഇന്നലെ നമ്മളെ എന്താണ് വൈറ്റ് വാഷ് ചെയ്തപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി. ആ കാൽസ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ ഭിത്തിയെ പൂശിയപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർന്നിട്ട് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന മാർബിളിൻ്റെ ഫോർമുലയുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടായെന്ന് പറഞ്ഞില്ലേ? ആ കോമ്പൗണ്ടിനെ ചൂടാക്കിയാൽ അത് സ്പ്ലിറ്റ് ആകും. അതാണ് നമ്മൾ എഴുതുന്നത് ഡീകമ്പോസിഷൻ ഓഫ് CaCO3. CaCO3നെ നമ്മൾ സോളിഡ് സ്റ്റേറ്റിലാണ് എടുക്കുന്നത്. അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഹീറ്റ് ചെയ്യുന്നതിൻ്റെ സിമ്പൽ ഇങ്ങനെ ട്രയാങ്കിൾ ഇടുക ഗ്യൂസിന് ഉണ്ടെങ്കിൽ അതെന്തായിട്ട് മാറുമെന്നറിയാമോ? കാൽസ്യം ഓക്സൈഡ്, ക്വിക്കിലൈറ്റ്, ഇന്നലെ നമ്മൾ പഠിച്ചാണ്, അതും സോളിഡ് സ്റ്റേറ്റിലാണ്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും, അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. ഇത് കാൽസ്യം ഓക്സൈഡ് ആണ്, ഇന്നലെ നമ്മൾ പറഞ്ഞാണ്. ഇതും വാട്ടറും കൂടെ കലക്കിയപ്പോഴാണ് സ്ലാക്കറ്റ് ലൈം ഉണ്ടായത്. കാൽസ്യം ഓക്സൈഡ് ആണ് ഇത്. ക്വിക്ക് ലൈം എന്ന് പറയും. ഓക്കെ ആണല്ലോ, ഓർത്തോണം. ഈ ഉണ്ടായ കാൽസ്യം ഓക്സൈഡിനെ സിമെന്റിന്റെ മാനുഫാക്ചറിന് ഉപയോഗിക്കാറുണ്ട്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ താഴോട്ട് എഴുതുക കാൽസ്യം ഓക്സൈഡ് so formed in the above reaction is used for manufacturing of cement. Manufacturing of cement. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേത് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ പറയുവാണെങ്കിലും കുഴപ്പമില്ല. ഈ കാര്യം എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഒന്നുകൂടെ പറഞ്ഞുതരാം, ഒരു പ്രശ്നവുമില്ല. രണ്ടാമത്തേത് ഡീകമ്പോസിഷൻ ഓഫ് ഫെറസ് സൾഫേറ്റ്. ഡീകമ്പോസിഷൻ ഓഫ് ഫെറസ് സൾഫേറ്റിനകത്ത് പറയുന്നത് എന്താണെന്നറിയാം? ഫെറസ് സൾഫേറ്റ് എന്ന് പറയുമ്പോൾ ഫെറസ് സൾഫേറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. അതിന് വേണേൽ ഫോർമുല ആയിട്ട് ബ്രാക്കറ്റിൽ എഴുതിക്കോ. FeSO4 ഡോട്ട് 7H2O എന്നാണ് ശരിക്കും ഇതിൻ്റെ ഫോർമുല. നമ്മൾ ഈ 7H2O എഴുതാറില്ല. ക്രിസ്റ്റൽ ആയിട്ടുള്ളതിനെല്ലാം ശരിക്കും H2 എഴുതാറുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ കൽക്കണ്ടം പോലെ അതിനകത്തുണ്ടെന്ന് അർത്ഥം. അതായത് ക്രിസ്റ്റൽ ഫോമിൽ വാട്ടർ അതിനകത്തുണ്ടെന്നാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് ഈ ക്രിസ്റ്റൽ സോൾട്ടുകൾക്കെല്ലാം ഒരു തിളക്കം കിട്ടുന്നത്. ഇപ്പം ഫെറസ് സൾഫേറ്റ് ഞാൻ ഇപ്പം കാണിക്കുകയാണ്. ഒരു സെക്കൻഡ്, ഞാൻ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് മനസ്സിലാവുന്ന നോക്കിയുള്ളൂ. ഫെറസ് സൾഫേറ്റ് കണ്ടോ? ഇതാണ് ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽ എന്ന് പറയും. എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഫെറസ് സൾഫേറ്റ്. കണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ കല്ലുപ്പ് പോലെയല്ലേ ഇരിക്കുന്നത്. ആ കല്ലുപ്പെല്ലാം ഹൈഡ്രേറ്റഡ് ആണ്. അതായത് അതിനകത്ത് വാട്ടർ കണ്ടന്റ് ക്രിസ്റ്റൽ ഫോമിലായിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽ. അതിനൊരു ലൈറ്റ് ഗ്രീൻ കളറാണ്. ഓക്കെ ആണല്ലോ? അപ്പം ലൈറ്റ് ഗ്രീൻ അല്ല, ഗ്രീൻ കളർന്ന് എടുക്കാം. ഓക്കെ, അപ്പം
ആ ഫെറസ് സൾഫേറ്റിനെ നമ്മൾ ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ FeSO4 എന്ന് എഴുതാറുള്ളൂ. ക്രിസ്റ്റൽ എന്ന് എഴുതുമ്പോഴാണ് FeSO4 ഡോട്ട് എന്താണ് 7H2 എന്ന് എഴുതുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. FeSO4 ഇതിനെ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാമോ? ഇങ്ങനെ എഴുതാൻ പോവാണ്. നോക്കിക്കോളൂ. ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ്, ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് ലൂസസ് വാട്ടർ. കണ്ട, അതിനകത്ത് വാട്ടർ ക്രിസ്റ്റൽ ഫോമിലുണ്ട്. വാട്ടർ വെൻ ഹീറ്റഡ് ആൻഡ് ഗ്രീൻ കളർ ഓഫ് ഇറ്റ് ചേഞ്ചസ്. ഇറ്റ് then decomposed to ferric oxide. Ferric എന്ന് പറയുമ്പോൾ അയോൺസ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെച്ചോണം. ഫെറിക്കും ഫെറസും. ഫെറിക് ഓക്സൈഡ് which has brown color along with formation of sulfur dioxide and sulfur trioxide commented both are foul smelling gases. അതായത് ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റലിനെ ഞാൻ ചൂടാക്കിയാൽ അതെന്ത് സംഭവിക്കും? അതിൻ്റെ ഗ്രീൻ കളർ ചേഞ്ച് ആയിപ്പോകും. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ വാട്ടർ മോളിക്യൂളിൽ ലോസ് ആവുന്നുണ്ട്. എന്നിട്ട് അതെന്തായിട്ട് മാറും? ഫെറിക് ഓക്സൈഡ് ആയിട്ട് മാറും. ആ ഫെറിക് ഓക്സൈഡിന് ബ്രൗൺ കളറാണ്. എലോങ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് SO2 ഉണ്ടാവും, SO3 ഉണ്ടാവും. ഈ രണ്ട് ആൾക്കാർ വരുമ്പോഴും അതിന് വല്ലാത്ത ഒരു ഒരു ബ്രൗൺ സ്മെല്ല്, ഒരു ഫൗൾ സ്മെല്ലായിരിക്കും അതിന് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചീഞ്ഞ മുട്ടയുടെ സ്മെല്ലുണ്ടല്ലോ, അതാണ് ശരിക്കും സൾഫർ ഡയോക്സൈഡിനും സൾഫർ ട്രയോക്സൈഡിൻ്റെയും സ്മെല്ലെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഫോർമുല നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് FeSO4 ഡോട്ട് 7H2 എന്ന് എഴുതണ്ടായിരുന്നു. നമുക്കത് എഴുതണ്ട. അത് സോളിഡ് സ്റ്റേറ്റിലാണ്. അതിന് ഗ്രീൻ കളറാണെന്ന് നമുക്കറിയാം, നമ്മളിപ്പോൾ കണ്ടതാണ്. ഇതിനെ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കുന്നറിയോ? ഫെറിക് ഓക്സൈഡ് Fe2O3 ആ ഫോർമുല. അതിന് ബ്രൗൺ കളറായിരിക്കും. ബ്രൗൺ കളറ് പ്ലസ് എന്താണ്? SO2, അത് ഗേഷ്യസ് ആണ്. പ്ലസ് SO3, അതും ഗേഷ്യസ് ആണ്. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കട്ടെ. ഒരു സെക്കൻഡ്, എൻ്റെ കിടപ്പുണ്ടോ? ഓക്കെ, കണ്ടോ? ഫെറിക് ഓക്സൈഡിൻ്റെ കളർ ഉണ്ടോ? അതുകൊണ്ട് ഈ കളറാണ് ഫെറിക് ഓക്സൈഡിന്. അതായത് ആ പച്ച കളർ നേരത്തെ കാണിച്ച ആ പച്ച കളർ കണ്ടോ? ഈ പച്ച കളർ മാറിയിട്ട് ഇതേണ്ട ഈ ബ്രൗൺ കളർ, ഇതേണ്ട ഈ കളർ ഫോം ചെയ്യും പെട്ടെന്ന് തന്നെ. കണ്ടോ? ഈ കളർ കുങ്കുമത്തിൻ്റെ പോലത്തെ കളർ. കുങ്കുമമല്ല, നോക്കിയോ? അതായത് ഇതാണ് നമ്മുടെ ശരിക്കും ഫെറസ് സൾഫേറ്റ്. ഇത് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഫോം ചെയ്യുന്ന ഫെറിക് ഓക്സൈഡ് ഇതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ സൾഫർ ഡയോക്സൈഡും ഉണ്ടാവും, സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാവും. അത് രണ്ട് ഗേഷ്യസ് ഫോമിലായിരിക്കും ഉണ്ടാകുന്നത്. അതിനൊരു ഫൗൾ സ്മെല്ലിംഗ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇത് ഓർത്ത് വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ ഇതൊക്കെ കാണിച്ച് പഠിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാം? നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ടുള്ള ഫിസിക്സും പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ക്ലിയർ കട്ടായിട്ടുള്ള ഒരു നോളേജ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഈ രീതിയിൽ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യം നമ്മൾ സിനിമ കാണുന്ന എഫക്റ്റിൽ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇനി നമ്മൾ ഇതെഴുതി. ഇനി മൂന്നാമത്തെ എഴുതാൻ പോകുന്നത്, ഹീറ്റ് വെച്ചിട്ടുള്ള മൂന്നാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ ഓഫ് ലെഡ് നൈട്രേറ്റ്. ഡീകമ്പോസിഷൻ ഓഫ് ലെഡ് നൈട്രേറ്റ് ആണ്. ഡീകമ്പോസിഷൻ ഓഫ് ലെഡ് നൈട്രേറ്റ്. അതിനെ നമുക്ക് PbNO3 ട്വൈസ്, അതാണ് ലെഡ് നൈട്രേറ്റ്. ഓക്കെ, ലെഡ് നൈട്രേറ്റിന് വൈറ്റ് കളറാണ്. അതും വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ലെഡ് നൈട്രേറ്റിന് വൈറ്റ് കളറാണ്. നമ്മുടെ ഉപ്പിരിക്കുന്ന പോലെ ആയിരിക്കും ലെഡ് നൈട്രേറ്റ്.
കണ്ടോ, ഇതാണ് ലെഡ് നൈട്രേറ്റ്. കണ്ടോ, നമ്മുടെ ഉപ്പ് ഇരിക്കുന്ന പോലെ അല്ലേ തന്നെ ഉള്ളൂ ഈ വൈറ്റ് കളർ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? അൻവിനെ കാണാമോടാ? അൻവിനൊക്കെ കാണാമോ ഇത്? അക്ഷിതയ്ക്ക് കാണാമോ? അക്ഷിത ശ്രേയ ഒക്കെ കാണാമോ? എലിജ കാണാം. ഓക്കെ കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇത് ഇങ്ങനെ ഇരിക്കുന്ന ലെഡ് നൈട്രേറ്റ്, അതായത് വെള്ള കളറിലിരിക്കുന്ന ലെഡ് നൈട്രേറ്റിനെ ഞാൻ ചൂടാക്കാൻ പോവാണ്, ഹീറ്റ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഡീകമ്പോസിഷൻ നടന്നിട്ട് എന്താ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം ഇല്ലേ? അപ്പം എഴുതേണ്ടത് ലെഡ് നൈട്രേറ്റ് വിച്ച് ഈസ് വൈറ്റ് ഇൻ കളർ. ലെഡ് നൈട്രേറ്റ് which is white in color, when heated decomposes to form lead oxide which is having yellow color along with evolution of brown fumes of nitrogen dioxide. അപ്പം ഈ റിയാക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് എഴുതണം. അതായത് നമ്മൾ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ലെഡ് നൈട്രേറ്റ് ഒരു സോൾട്ടാണ്. ആ സോൾട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്തപ്പോൾ അത് എന്ത് ഫോം ചെയ്തു? PbO എന്ന് പറയുന്ന ലെഡ് ഓക്സൈഡ് ഉണ്ടായി. അതിന് യെല്ലോ കളറാണ്. അതും ഞാൻ വേണേൽ കാണിച്ചു തരാം. ലെഡ് ഓക്സൈഡിൻ്റെ കളർ നോക്കിക്കോളൂ. ലെഡ് ഓക്സൈഡിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളൂ. കണ്ടോ, ഇത് ലെഡ് ഓക്സൈഡിന് യെല്ലോ കളറാണ്. ഇതാണ് ലെഡ് ഓക്സൈഡ്. കണ്ടോ, മഞ്ഞ കളർ. കണ്ടോ, ഇതാവും. അതായത് ശരിക്കും വൈറ്റ് കളർഡ് ആയിട്ടുള്ള നേരത്തെ സാധനം ചൂടാക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പൊടിയായിട്ട് മാറും. ഇത് ലെഡ് ഓക്സൈഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനിയും നോക്കിക്കോളൂ. ഇതിൻ്റെ താഴെ അതിൻ്റെ റിയാക്ഷൻ നമുക്കൊന്ന് എഴുതാം. ഇതിൻ്റെ റിയാക്ഷൻ എഴുതുന്ന സമയത്ത് നോക്കാം നമുക്ക് റിയാക്ഷൻ എങ്ങനെയാണ്. ലെഡ് നൈട്രേറ്റ് അല്ലേ? ലെഡ് നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ PbNO3 ട്വൈസ് ആണ്. കാരണം എന്താ? ഇവിടെ Pb2+ എന്ന് പറയുന്ന അയോണും NO3 2- എന്ന് പറയുന്ന അയോണുമാണ് ചേരുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. അപ്പം അത് എന്ത് ചെയ്യുന്നു? ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ? ലെഡ് ഓക്സൈഡ് PbO ഉണ്ടാകുന്നു. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് NO2 നൈട്രജൻ ഡയോക്സൈഡ് NO2 ഉണ്ടാകുന്നു. പ്ലസ് എന്താണ്? ഓക്സിജൻ ഉണ്ടാകുന്നു. അപ്പം അതിൻ്റെ സ്റ്റേറ്റ് ഓർത്തോണം. ഇത് സോളിഡ് സ്റ്റേറ്റ് ആണ്, ഇതും സോളിഡ് സ്റ്റേറ്റ് ആണ്, ഇത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്, ഇതും ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ബാലൻസ് ചെയ്തിട്ടില്ല. നേരത്തെ ഇക്വേഷനെ ഞാൻ ബാലൻസ് ചെയ്തിട്ടില്ലായിരുന്നേ. ബാലൻസ് ചെയ്യണമായിരുന്നത്. ബാലൻസ് തന്നെ ചെയ്തോണം. ഓക്കെ, ഇതിന് വൈറ്റ് കളറാണ്, ഇത് വൈറ്റ് കളറാണ്, ഇത് യെല്ലോ കളറാണ്. പിന്നെ ഇത് ബ്രൗൺ ഫ്യൂംസ് ആണ്. ഒരു ബ്രൗൺ പുകയും കൂടെ വരും. നമ്മളിത് ടെസ്റ്റ് ട്യൂബിനകത്താണ് നടത്തുന്നത് കേട്ടോ. നമ്മൾ ടെസ്റ്റ് ട്യൂബിനകത്ത് ലെഡ് നൈട്രേറ്റ് എടുത്തിട്ട് അതിനെ നേരെ കൊണ്ടിട്ട് ഒരു ഗ്യാസ് അടുപ്പിൻ്റെ മണ്ടക്കോട്ട് വെച്ച് ചൂടാക്കുമ്പോൾ ആ വെള്ളപ്പൊടിയെല്ലാം മഞ്ഞപ്പൊടിയായിട്ട് ആ ടെസ്റ്റ് ട്യൂബിനകത്ത് മാറുകയും മണ്ടയ്ക്കോട്ട് പുക വരുന്നത് ബ്രൗൺ ഫ്യൂംസും ആയിരിക്കും. ആ പുക വരുന്നത് നൈട്രജൻ ഡയോക്സൈഡ് ആണ്, ബ്രൗൺ ഫ്യൂംസ്. ഇതും ഈ റിയാക്ഷൻ കാണാതെ പഠിക്കണം, നേരത്തെ റിയാക്ഷൻ കാണാതെ പഠിക്കണം. കാരണം ലോജിക്കലി അത് ആ റിയാക്ഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ. നമുക്ക് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നത് ഇങ്ങനെ, ഇത് ഇത്രയുമാണ് ഡീകമ്പോസിഷനാണ് ചോദിക്കുന്നത്. അപ്പം എന്താണ് തെർമൽ ഡീകമ്പോസിഷൻ കഴിഞ്ഞു. ഇനി ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ ആണ്. അടുത്തത് ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ എഴുതിക്കോ. ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. reaction which require electrical energy
electrical energy for the decomposition of reaction decomposition of reaction. അപ്പോൾ അതിൽ എക്സാമ്പിൾ നമുക്ക് കൊടുക്കാം, എക്സാമ്പിൾസ് കൊടുക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളേ പഠിക്കാനുള്ളൂ. ഇലക്ട്രോലിസിസ് ഓഫ് വാട്ടർ, അതായത് വാട്ടറിനകത്തൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വാട്ടറിനകത്തൂടെ ഇലക്ട്രിസിറ്റി നമ്മൾ കടത്തി വിടുവാണെങ്കിൽ അതെന്തായിട്ട് മാറുമെന്നറിയാമോ? അത് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ടും ഓക്സിജൻ ഗ്യാസ് ആയിട്ടും മാറി അത് ഇവോൾവ് ചെയ്യും. അതിൻ്റെ ഒരു ഞാൻ നോക്കട്ടെ, അതിൻ്റെ ഒരു ഇത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഇട്ടേക്കാം. അത് നിങ്ങൾ കാണുക കേട്ടോ, ആ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ, എക്സാമ്പിൾ എന്ന് എഴുതിയിട്ട് എഴുതുക. ഒന്നെന്ന് എഴുതിയിട്ട്, അല്ല എക്സാമ്പിളിന് ഒരു എക്സാമ്പിളേ ഉള്ളൂ. എക്സാമ്പിൾ എന്ന് എഴുതിയിട്ട് ഇലക്ട്രോലിസിസ് ഓഫ് വാട്ടർ, ഇലക്ട്രോലിസിസ് ഓഫ് വാട്ടർ. വാട്ടറിനകത്തൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ചുമ്മാ വാട്ടറിനകത്തൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തി വിടുകയല്ല, അതിനൊരു എക്സ്പീരിമെൻ്റൽ സെറ്റപ്പ് ഉണ്ട്. നമ്മൾ ആനോഡും ക്യാഥോഡും ഒക്കെ നമുക്ക് എവിടേക്കോ നിങ്ങളുടെ മുൻപിലുള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ്. ഒരു സെക്കൻഡ് നിങ്ങൾ, ഒറ്റ സെക്കൻഡ്, ഞാൻ ആ വീഡിയോ ഒന്ന് ഇട്ടോട്ടെ. ഓക്കെ, ഞാൻ ആ വീഡിയോ ഗ്രൂപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇപ്പം നോക്കണ്ട, നിങ്ങൾ സമയം പോലെ നോക്കിയാൽ മതിയേ. ഓക്കെ, ഈ ഇലക്ട്രോലിസിസ് ഓഫ് വാട്ടർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ. ഇൻ the electrolysis we take graphite electrode എന്ന് പറയുമ്പോൾ കാർബൺ എന്നാണ്. കാർബൺ ഇലക്ട്രോഡ്, കാർബണിൻ്റെ അലോട്രോപ്പ് ആണ് ഗ്രാഫൈറ്റ്. നമുക്ക് പഠിക്കാനുണ്ട് നാലാമത്തെ ചാപ്റ്ററിനകത്ത് അപ്പോൾ പഠിക്കും. അപ്പോൾ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡാണ് നമ്മൾ എടുക്കുന്നത്. because it will not it will not participate in reaction area. It will not participate in reaction but provide their surface for reaction, provide their surface for reaction. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനൊരു എക്സ്പീരിമെൻ്റൽ സെറ്റപ്പ് ഉണ്ട്. ആ പടം വരയ്ക്കുക. ഞാനൊരു ബീക്കർ എടുക്കുന്നു. ഞാൻ ആ പടം ഓൾറെഡി ആ എക്സ്പെരിമെൻ്റ് ഞാൻ അയച്ചിട്ടുണ്ട്. ആ ബീക്കറിനകത്ത് ഞാൻ എന്തെടുക്കാൻ പോവാ? വാട്ടർ എടുക്കാൻ പോവാ. അപ്പോൾ ഈ വാട്ടറിനകത്തൂടെ കറണ്ട് കടത്തി വിടുമ്പോഴാണല്ലോ ഇതിനകത്തെ H2O എന്ന് പറയുന്ന സാധനം സ്പ്ലിറ്റ് ആയിട്ട് O2ഉം H2O ഉണ്ടാകുന്നത്. അപ്പം ആ ഇലക്ട്രിസിറ്റി കടത്തി വിടാൻ വേണ്ടി ഞാൻ ഒരു 2 മെറ്റൽ പീസുകൾ
എല്ലാ മെറ്റലിനെയും നമുക്ക് മുക്കി വെക്കാൻ പറ്റത്തില്ല, കാരണം ആ മെറ്റലും ആ റിയാക്ഷനകത്ത് പങ്കെടുക്കും. അപ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാത്ത ഏതെങ്കിലും ഒരു മെറ്റലിനെ റിയാക്ട് ചെയ്യാത്ത ഏതെങ്കിലും കറണ്ട് കടത്തിവിടുന്ന ഒരാളെ വേണം എടുക്കാൻ. മെറ്റലിനെ മിക്കവാറും ആരെടുത്താലും ആ റിയാക്ഷനിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ കാർബൺ എടുത്തിരിക്കുന്നത്. കാർബൺ ഒരു നോൺ മെറ്റലാണ്, എന്നാലും എന്ത് ചെയ്യും, കാർബണിൻ്റെ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോഡ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ, കറണ്ട് കണ്ടക്ട് ചെയ്യാൻ കഴിവുള്ള നോൺ മെറ്റലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയാണ് എടുക്കുന്നത്. അവർ റിയാക്ഷനകത്ത് പങ്കെടുക്കത്തില്ല, പക്ഷെ അവരുടെ സർഫസ് എല്ലാം എന്ത് ചെയ്യും, അവർ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ടാണ് അവരെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഒരു ഗ്രാഫൈറ്റ് റോഡ് എടുത്തിട്ട് ഇങ്ങനെ മുക്കി വെച്ചു, ഒരു ഗ്രാഫൈറ്റ് റോഡ് എടുത്ത് ഇങ്ങനെ മുക്കി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഈ ഗ്രാഫൈറ്റ് റോഡിൻ്റെ ഒരു സൈഡ് നേരെ കൊണ്ടുപോയിട്ട് ഞാൻ ബാറ്ററിയുടെ പോസിറ്റീവിലും ഈ ഗ്രാഫൈറ്റ് റോഡിൻ്റെ ഒരു സൈഡ് ഞാൻ കൊണ്ട് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവിലും കണക്ട് ചെയ്യാൻ പോവാണ്. നെഗറ്റീവിലും. അപ്പോൾ ബാറ്ററിയുടെ വലിയ ടെർമിനലിനെ പോസിറ്റീവായിട്ട് എടുക്കാം, ചെറിയ ടെർമിനലിനെ നെഗറ്റീവായിട്ട് എപ്പോഴും എടുക്കണം. ഓക്കെ ആണല്ലോ. ഇനിയും ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്ത ഈ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡ് എന്ന് വിളിക്കും. ആനോഡ് എന്ന് വിളിക്കും. ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്ത ഈ ടെർമിനലിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, കാഥോഡ് എന്ന് വിളിക്കും. ഓക്കെ, കാഥോഡ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് ആരാ ഉള്ളത്, വാട്ടർ ഉണ്ട്, H2O ഉണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിവിടെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് വരച്ചേക്കണം. സ്വിച്ച്, ഇവിടെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. ആ സ്വിച്ച് എന്ന് പറയുന്നത് കീ എന്നാണ് പറയുന്നത്. ഈ കീ കൊടുത്തു കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ടാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കറണ്ട് പോസിറ്റീവിൽ നിന്ന് ദണ്ട് ഇങ്ങനെ വന്ന് ഈ ആനോഡിൽ കൂടെ വന്ന് ഈ വെള്ളത്തിനകത്തു കൂടെ വന്ന് ദണ്ട് ഈ നെഗറ്റീവ് ടെർമിനലോട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും സർക്യൂട്ട്. ആ വഴി പോകുന്ന സമയത്താണ് ഈ H2നെ അതെന്തായിട്ട് മാറ്റുന്നത്, വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറ്റുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇതിപ്പം ഇതിനകത്ത് H2O ആണെന്ന് നമുക്കറിയാം ഇല്ലേ. അപ്പം ഞാൻ അതിനകത്ത് H2O തന്നെ ഇവിടെ വരയ്ക്കുകയാണ്. H2O, ഇതിനകത്ത് മൊത്തം H2O മോളിക്കൂളാണ്. കറണ്ട് കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ, ഇത് H+ ആയിട്ടും OH- ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യും. കാരണം വാട്ടർ എന്ത് ചെയ്യും, വാട്ടറിനകത്തൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ, വാട്ടറിനകത്തെ അയോൺസ് H+ഉം OH- കാരണം വാട്ടറിനെ നമുക്ക് ഇങ്ങനെ ശരിക്കും അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് അറിയാമോ, വാട്ടറിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. HOH എന്നാണ് വരയ്ക്കുന്നത്. ഇതിനകത്തൂടെ കറണ്ട് കടത്തി വിടുമ്പം ഈ ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ആയിട്ട് എന്ത് സംഭവിക്കും, H+ഉം അതേപോലെ തന്നെ OH- ആയിട്ട് മാറും. എന്താണ്, ഇതിനകത്തൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ. അപ്പം ഈ പോസിറ്റീവ് നമുക്കറിയാം, ആനോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് ആയതുകൊണ്ട് ആനോഡിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും, ഇതിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. കാഥോഡ് നെഗറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, കാഥോഡിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. നമുക്കറിയാം ഈ സൊല്യൂഷനകത്ത് ഇപ്പോൾ ആരാ ഉള്ളത്, വാട്ടർ H2O മോളിക്കൂളായിട്ടല്ല ഇരിക്കുന്നത്, പകരം എന്താ H+ ആയിട്ടും OH- ആയിട്ടും ഇരിക്കുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാഥോഡിന് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈ H+ എല്ലാം എന്ത് ചെയ്യും, ഈ H+ പോസിറ്റീവാണ്, ഇത് നേരെ കാഥോഡിലേക്ക് പോകും. എന്നിട്ട് ഹൈഡ്രജനായിട്ട് അവിടെ ഇവോൾവ് ചെയ്യും. ഈ OH- നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈ OH- എല്ലാം പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ആനോഡിലേക്ക് പോയിട്ട് ഓക്സിജനായിട്ട് ഇവോൾവ് ചെയ്യും. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. അവിടെ നമ്മൾ ആനോഡ് കാഥോഡ് ഇലക്ട്രോളിസിസിനെ പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. തൽക്കാലം ഇങ്ങനെ പഠിച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ റിയാക്ഷൻ എഴുതണം. ആനോഡിൽ എന്താ നടക്കുന്നതെന്ന് എഴുതണം. അറ്റ് ആനോഡ്, ആനോഡിൽ എന്താണ് നടക്കുന്നത്, അറ്റ് ആനോഡ്. ആനോഡിൽ OH- അയോൺസ് ആണ് പോകുന്നത് ഇല്ലേ. OH- അയോൺസ് ഒരു OH- അയോൺസ് അല്ല പോകുന്നത്, അതിനകത്തുള്ള 4 OH- അയോൺസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാനിവിടെ ഒരു H2O അല്ലേ എഴുതിയിട്ടുള്ളൂ, അപ്പം ഒരു H+ഉം ഒരു OH- അല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കല്ലേ. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കോടിക്കണക്കിന് H2O മോളിക്കൂൾ ഉണ്ട് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ആ കോടിക്കണക്കിന് H2O മോളിക്കൂളും എന്തായിട്ട് മാറുന്നു, കോടിക്കണക്കിന് H+ഉം കോടിക്കണക്കിന് OH- ആയിട്ട് മാറുന്നു. അതിൽ 4 OH- അയോൺസ് ഒരുമിച്ചായിരിക്കും എങ്ങോട്ടേക്ക് പോകുന്നത്, നമ്മുടെ ആനോഡിലേക്ക് പോകുന്നത്. എന്തിനാണെന്നറിയാമോ, ഈ 4 OH- അയോൺസിൻ്റെ കയ്യിൽ നോക്കി മണ്ടയ്ക്ക് മൈനസ് ചാർജാണ്. ഓരോ OH- അയോൺസിൻ്റെ കയ്യിൽ നോക്കി, ഓരോ OH- അയോൺസിന് മണ്ടയ്ക്ക് ഒരു മൈനസ്. നമ്മൾ മോളിൽ മൈനസ് വരുവാണെങ്കിൽ അതിനർത്ഥം എന്തുവാ, അതിൻ്റെ കയ്യിൽ ഒരു എക്സ്ട്രാ നെഗറ്റീവ് ചാർജ് ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഒരു OH-ൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺസ് ഉണ്ട്. 4 OH-ൻ്റെ കയ്യിൽ അപ്പോൾ എത്ര ഉണ്ടാവും, 4 ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ 4 ഇലക്ട്രോണിനെയും ഇവന്മാർ ലോസ് ചെയ്തിട്ട് എന്തായിട്ടാണെന്നറിയോ, ഓക്സിജനായിട്ടും അതേപോലെ തന്നെ വാട്ടർ. ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം, ഇങ്ങനെയായിരിക്കും ഇവിടെ റിയാക്ഷൻ. എന്നിട്ട് ഈ വിട്ടുകൊടുത്ത 4 ഇലക്ട്രോണിനെ ആര് മേടിക്കുമെന്നറിയാമോ, ഈ ഹൈഡ്രജൻ അങ്ങോട്ട് മേടിക്കും. അതായത് കണ്ടോ,
ഈ H+ അയോൺ H+ഉം കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ നോക്കിക്കോണം. 4 H+ അയോൺസ് ഈ OH- അയോൺസ് വിട്ടുകൊടുത്ത 4 ഇലക്ട്രോണിനെ മേടിച്ചിട്ട് 2 ഹൈഡ്രജനായിട്ട് ഇവോൾവ് ചെയ്യും. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ എക്സ്പീരിമെൻ്റൽ സെറ്റപ്പ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു ബീക്കർ എടുക്കുന്നു, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ ബീക്കറിനകത്ത് വെള്ളം എടുക്കുന്നു. വെള്ളം H2O ആണ്. H2O ഒരു മോളിക്കൂളല്ല, കോടിക്കണക്കിന് മോളിക്കൂൾ അതിനകത്തുണ്ട്. എന്നിട്ട് ഇതിനകത്തൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ ഇത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ആവും. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോവാം, ഞാൻ 2 ഇലക്ട്രോണിനെ കറണ്ട് കടത്തി വിടാൻ വേണ്ടി കറണ്ട് കടന്നു പോകുന്ന ഒരാളിനെ നമ്മൾ അതിനകത്ത് ഇറക്കി വെക്കാൻ പോവുകയാണ്. എന്നിട്ട് അത് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിലൂടെ കറണ്ട് പോകും. പക്ഷേ മെറ്റലുകളെ ഒന്നും നമുക്ക് ഇതിനകത്ത് മുക്കി വെക്കാൻ പറ്റില്ല. കാരണം മെറ്റലുകളും അതിലൂടെ റിയാക്ട് ചെയ്തിട്ട് അയോൺസ് ഫോം ചെയ്യും. അതുകൊണ്ട് റിയാക്ട് ചെയ്യാത്ത മെറ്റൽ ആരുമില്ല, എല്ലാ മെറ്റലും റിയാക്ട് ചെയ്യും. അപ്പം കറണ്ട് കടത്തി വിടാൻ കഴിവുള്ള ഒരു നോൺ മെറ്റലിനെ ചൂസ് ചെയ്തു. അതാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് കാർബൺ അലോട്രോപ്പാണ്. അതിനെ ആനോഡായിട്ടും കാഥോഡായിട്ടും എടുത്തിട്ട് ഞാൻ മുക്കി വെച്ചു. ആനോഡ് എന്ന് പറയുമ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവെ കണക്ട് ചെയ്യുന്നതും കാഥോഡ് എന്ന് പറയുന്നത് ബാറ്ററിയുടെ നെഗറ്റീവെ കണക്ട് ചെയ്യുന്നതുമാണ്. ഇത് മുക്കി വെച്ചിട്ട് കീ കൊടുത്തപ്പോൾ ആ പോസിറ്റീവിൽ നിന്ന് ആനോഡ് വഴി ആ വെള്ളത്തിൽ കൂടെ കറണ്ട് കാഥോഡ് വഴി നെഗറ്റീവിലേക്ക് പോകാനായിട്ട് തുടങ്ങി. പോകുന്ന വഴിക്ക് ഈ ഹൈഡ്രജൻ മോളിക്കൂളിനെ എല്ലാം വാട്ടർ മോളിക്കൂളിനെ എല്ലാം ഇതെന്ത് ചെയ്തു, H+ ആയിട്ട് OH- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആനോഡിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് OH- നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ടും OH- അയോൺസ് എല്ലാം ആനോഡിലേക്ക് പോവുകയും കാഥോഡിന് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് H+ അയോൺസിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ടും H+ അയോൺസ് എല്ലാം കാഥോഡിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇത് പോകുന്നത് ചുമ്മാ അല്ല. OH- അയോൺസ് ഒരു സിംഗിൾ OH- അയോൺസ് ആയിട്ടല്ല പോകുന്നത്, 4 എണ്ണം ഒരുമിച്ച് പോകും. എങ്ങനെയാണ്? അവൻ്റെ 4 ഇലക്ട്രോൺസ് ഉണ്ട്, അതിനെ വിട്ടുകൊടുത്താൽ മാത്രമേ എന്തായിട്ട് മാറാൻ പറ്റത്തുള്ളൂ, ഓക്സിജനായിട്ട് മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ 4 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്യും, ഓക്സിജനായിട്ട് വേണ്ട. ഇവിടെ എല്ലാം ബബിൾസ് ഫോം ചെയ്യും. വേണ്ട, ഇവിടെ എല്ലാം ഓക്സിജൻ ബബിൾസ് ഇങ്ങനെ ഫോം ചെയ്യും. അതേപോലെ H+ അയോൺസ് എന്ത് ചെയ്യും, ആ വിട്ടുകൊടുത്ത 4 ഇലക്ട്രോണിനെ 4 H+ അയോൺസ് മേടിച്ചിട്ട് ഹൈഡ്രജനായിട്ട് വേണ്ട ഇവിടെ ബബിൾസ് ഫോം ചെയ്യും. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. ഇത് നിങ്ങൾക്ക് ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് ബൈഹാർട്ട് ചെയ്യുക, ഈ റിയാക്ഷൻ ഇവിടെ ബൈഹാർട്ട് ചെയ്യുക. പരീക്ഷയ്ക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇനിയും നമുക്ക് ഇതെങ്ങനെയാണെന്നറിയാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ശരിക്കും ഇത് നടത്തുന്നത് എങ്ങനെയാണെന്നറിയാം, ഒരു ടെസ്റ്റ് ട്യൂബ് തേണ്ടി ഇങ്ങനെ കമഴ്ത്തി വെക്കും. ഒരു ടെസ്റ്റ് ട്യൂബ് തേണ്ടി ഇവിടെ ഇങ്ങനെ കമഴ്ത്തി വെക്കും. ഇങ്ങനെയാണ് ആ എക്സ്പെരിമെൻറ്റിനകത്ത് നിങ്ങൾക്ക് കാണാം. എന്നിട്ട് ഹൈഡ്രജൻ ഫോം ചെയ്യുന്ന മനസ്സിലാകുമ്പോൾ ആ ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ തിരിച്ചെടുക്കും. വിരൽ വെച്ച് ഇങ്ങനെ അടച്ചു പിടിക്കും 2 ടെസ്റ്റ് ട്യൂബും. എന്നിട്ട് ഹൈഡ്രജൻ എവിടെ ഓക്സിജൻ എവിടെയാണെന്ന് ഫോം ചെയ്തതെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു ബേണിംഗ് ക്യാൻഡിൽ 2 ടെസ്റ്റ് ട്യൂബിൻ്റെ മണ്ടയ്ക്കും കൊണ്ടുപോകുമ്പോൾ പൊട്ടാസ് അല്ലെങ്കിൽ കടുക് വറക്കുമ്പം കടുക് പൊട്ടുന്ന പോലൊരു ശബ്ദത്തിലാണ് ആ ക്യാൻഡിൽ ബേൺ ചെയ്യുന്നതെങ്കിൽ അത് ഹൈഡ്രജൻ ഗ്യാസ് ഉള്ള ടെസ്റ്റ് ട്യൂബ് ആയിരിക്കും. ഇനിയും ആ മെഴുകുതിരി നല്ല ആളിക്കത്തുവാണെങ്കിൽ അത് ഓക്സിജൻ ഗ്യാസ് ഉള്ള ടെസ്റ്റ് ട്യൂബ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതും ഇതിൻ്റെ താഴോട്ട് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ് എഴുതണം. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ് എഴുതുക. ഐഡൻറ്റിഫിക്കേഷൻ എഴുതിയിട്ട് ഹൈഡ്രജൻ എഴുതിയിട്ട് ഇങ്ങനെ എഴുതാം. ദ ക്യാൻഡിൽ വിൽ ബേൺ വിത്ത് പോപ്പ് സൗണ്ട്. ബേൺ വിത്ത് പോപ്പ് സൗണ്ട്. ഓക്സിജൻ ആണെങ്കിൽ the candle will burn with high flame. അത്ര എഴുതി.
കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും താഴോട്ട് നമ്മുടെ മൂന്നാമത്തെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആയിട്ടുള്ള ഫോട്ടോലിസിസ് എഴുതേണ്ടത് റിയാക്ഷൻ വിച്ച് റിക്വയർ ലൈറ്റ് എനർജി for decomposition of reactants. Example ഒന്നാമത്തേത് decomposition of silver chloride. അപ്പോൾ സിൽവർ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം AgCl ആണ്. AgCl ഞാൻ എടുക്കുന്നു, അത് വൈറ്റ് കളറാണ്, അത് സോളിഡ് സ്റ്റേറ്റിലാണ്. അതിനെ ഞാനൊരു പാത്രത്തിനകത്ത് സിൽവർ ക്ലോറൈഡ് എടുത്തൊരു പെട്രി ഡിഷ് എന്ന് പറയും. പെട്രി ഡിഷ് എന്ന് പറയുമ്പോൾ എൻ്റെ കെമിസ്ട്രി ലാബിൽ ഇങ്ങനെയുള്ളൊരു ചെറിയൊരു ഒരു ഗ്ലാസിൻ്റെ ഒരു ഡിഷാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇങ്ങനെ AgCl എടുത്തിട്ട് ഞാൻ ഡിഗ്രിയൊക്കെ പഠിച്ച സമയത്ത് ഞാൻ ആക്ച്വലി BSc ഫിസിക്സ് ആണ് എടുത്തത് ഡിഗ്രിയിൽ. അപ്പോൾ എനിക്ക് കോംപ്ലിമെൻ്ററി കെമിസ്ട്രി പഠിക്കാനുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാറുണ്ട് AgClൻ്റെ. അപ്പോൾ ഈ AgCl പെട്രി ഡിഷിനകത്ത് എടുത്തിട്ട് വെയിലത്ത് കൊണ്ട് വെക്കാൻ പറയും. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളറ് ഗ്രേ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് ഗ്രേ ആകുന്നതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഈ AgClനകത്തൂടെ ലൈറ്റ് കടന്നു പോയപ്പോഴത്തേക്കും ഈ AgCl സ്പ്ലിറ്റ് ചെയ്തിട്ട് Ag ആയിട്ടും Cl2 ആയിട്ടും മാറി. Ag സോളിഡ് സ്റ്റേറ്റിലായിരിക്കും, ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മുകളിലോട്ട് ഇങ്ങനെ പോയി. ഈ Agക്ക് ഗ്രേ കളറായിരിക്കും. ഈ ക്ലോറിൻ ഗ്യാസ് മുകളിലോട്ട് വന്നത് ഒരു യെല്ലോയിഷ് ഗ്രീൻ ആയിരിക്കും. ഈ റിയാക്ഷനെയാണ് പണ്ട് നമ്മൾ ഈ നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ, എൻ്റെയൊക്കെ കുഞ്ഞിലെ, ഞാനൊക്കെ ഒരു 10ലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ ഡിജിറ്റൽ ക്യാമറയുടെ യുഗമല്ലേ, ഡിജിറ്റൽ ക്യാമറയുടെ ഒരു എന്താണ് ഒരു യുഗമാണല്ലേ ഡിജിറ്റൽ ക്യാമറ, മിറർലെസ് ക്യാമറയുടെ ഒരു കാലഘട്ടമാണ്. ഞങ്ങളുടെയൊക്കെ 10ാം ക്ലാസ്സൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അത് മറ്റേ ഫിലിം ക്യാമറകളായിരുന്നു. അപ്പോൾ ആ ഫിലിം ക്യാമറകൾ നമ്മളിപ്പോൾ ടൂറൊക്കെ പോയത് ആരെങ്കിലും ക്യാമറകളൊന്നുമില്ല. നമുക്കൊരു ടൂർ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആരെങ്കിലും വലിയ ആൾക്കാരുടെ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് കടം മേടിക്കും. അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ നിന്ന് കടം മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പോയിട്ട് അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ചിലപ്പോൾ അത് തിരിച്ചു പോകുമ്പോഴത്തേക്കും നമ്മൾ പല ആൾക്കാരും ഇങ്ങനെ പിള്ളേരൊക്കെ അതേ പിടിച്ച് ഞെക്കി അതൊക്കെ കേടാക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആരും അങ്ങനെ അന്ന് തരത്തില്ലായിരുന്നു. എന്നാലും ഇപ്പം ഞാൻ ടെൻത്തിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ടെൻത്തിൽ പഠിക്കുന്ന സമയം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ 2009 ടെൻത്തിൽ പഠിക്കുന്നത്. അപ്പം ആ സമയങ്ങളിൽ 2009 കാലഘട്ടത്തിലൊക്കെ എന്താണെന്നറിയാമോ, നമുക്ക് ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് ഫിലിം ക്യാമറകളാണ്. അപ്പോൾ ആ ഫിലിം നമ്മൾ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഫോട്ടോ എടുക്കുന്ന കടയിൽ കൊണ്ടുപോയിട്ട് ആ ഫിലിം വാഷ് ചെയ്തിട്ട്, നെഗറ്റീവാണ് അതിനകത്തുള്ളത്, ആ നെഗറ്റീവ് കൊണ്ട് വാഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഫോട്ടോസ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഞങ്ങളുടെ കാലഘട്ടത്തിന് മുമ്പ്, അതായത് ഏകദേശം എൻ്റെ കുഞ്ഞിലെ എന്ന് പറയുമ്പോൾ 10നേക്കാട്ടിലും ഒരു 90 കാലഘട്ടത്തിൽ, 95, 94 കാലഘട്ടത്തിലൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി ആയിരുന്നു. അപ്പം ഈ സെയിം സാധനം തന്നെയാണ്, കളറ് പറ്റത്തില്ല. പകരം അവർ ഈ ഫോട്ടോ എടുത്ത ഫിലിം നേരെ കൊണ്ട് കടയിലോട്ട് കൊടുക്കുമ്പോൾ ഈ AgClനകത്ത് അവർ മുക്കിയിട്ട് അതുകൊണ്ട് വെയിലത്ത് വെക്കുമ്പോൾ അതെന്തായിട്ട് മാറും, കണ്ടോ, ഒരു ഗ്രേ വൈറ്റ് കളറായിട്ട് മാറും. അതാണ് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം. അപ്പോൾ പണ്ടെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലായിരുന്നോ? ഒരു 90 കാലഘട്ടത്തിൽ, ഒരു 94 ആയപ്പോഴാണ് പിന്നെ പെതുക്കെ, 94 ഒരു 94 ഒരു 98, 2000 ഒക്കെ ആയപ്പോഴാണ് പെതുക്കെ കളർ ഫോട്ടോയുടെ കൺസെപ്റ്റുകളൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു റിയാക്ഷൻ ഉപയോഗിച്ചിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്, നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ നമ്മുടെ ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതാം, ദ എബവ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി. ഓക്കെ, ഇനി കൺക്ലൂഷനായിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അതിപ്പം ഏതാണെന്ന് പറഞ്ഞാലും ഹീറ്റിൻ്റെയോ ലൈറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ഫോമിൽ എനർജി നമ്മൾ അകത്തേക്ക് കൊടുത്താൽ മാത്രമേ റിയാക്ഷൻ നടക്കത്തുള്ളൂ.
അങ്ങനെ അകത്തേക്ക് ഹീറ്റിനെ വലിച്ചെടുത്ത് നടക്കുന്ന റിയാക്ഷനെ നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കും. നമ്മൾ ഇന്നലെ എക്സോതെർമിക് പഠിച്ചു. അതെന്താ? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ പുറത്തേക്ക് ഹീറ്റിനെ റിലീസ് ചെയ്യുക. എന്നാൽ ഈ റിയാക്ഷനൊക്കെ നടക്കാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്തത്? ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുത്തു, ഹീറ്റ് അങ്ങോട്ട് കൊടുത്തു, ലൈറ്റ് അങ്ങോട്ട് കൊടുത്തു. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഒരു ഒരു ഡോട്ട് ഇട്ടിട്ട് നോട്ട് എന്ന് പറഞ്ഞ് എഴുതാം. നോട്ട് എന്ന് പറഞ്ഞ് എഴുതാം. ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, decomposition reaction require energy either in the form of light, heat and electricity for breaking down of reactants such reactions in which energy is absorbed are known as endothermic reaction. എല്ലാവരും എഴുതിയോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ? ശ്രേയ ഓക്കെ ആണോ? ശ്രേയ ഓക്കെ ആണ്. ഓക്കെ. അക്ഷിത ഓക്കെ ആണോ? ഓക്കെ. കേട്ടില്ല. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ. നമ്മുടെ പിന്നെ ആരാണ്? എലിജ ഓക്കെ ആണോ? എലിജ ഓക്കെ. ഓക്കെ. നിങ്ങൾക്ക് ഇപ്പോഴാണോ കുറച്ചുകൂടെ കംഫർട്ടബിൾ? അതോ നേരത്തെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ അറിയാമായിരുന്നോ? അതോ ഇപ്പോഴാണോ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്? അതൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേ. ശ്രേയ പറഞ്ഞ ആദ്യം. ശ്രേയ പറഞ്ഞു. നേരത്തെ കുറച്ച് മനസ്സിലായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചത് ഞാനിത് പഠിപ്പിക്കുന്നതിന് മുമ്പും നിങ്ങൾ ഇതേപോലെ തന്നെയാണോ മനസ്സിലാക്കി വെച്ചതെന്ന്? കുറച്ചൊക്കെ. ഓക്കെ. അക്ഷിത എങ്ങനെയായിരുന്നു? ഇത് ഇപ്പൊ കുറേം കൂടെ മനസ്സിലായി. ഓക്കെ. എലിജയുടെ അവസ്ഥ എന്താ? സാറേ കുറെ കൂടെ മനസ്സിലായി. ഓക്കെ. ശരി. അപ്പം നമുക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ കൂടെ എഴുതിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് ഹെഡിങ് എഴുതോ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സിമ്പിളായിട്ട് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താ? ശ്രേയ എന്ന് പറഞ്ഞേ. ഞാൻ നിങ്ങളോട് ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ, നിങ്ങൾക്ക് എന്ന് കുറച്ചൊക്കെ അറിയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര അറിയാമെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്ന് പറഞ്ഞേ. ശ്രേയ ആദ്യം പറഞ്ഞു, പിന്നെ അക്ഷിത പറഞ്ഞു, പിന്നെ എലിജ പറഞ്ഞു. അദ്വൈത് ഉണ്ടോടാ ഇവിടെ? അദ്വൈത് ഓക്കെ. ശരി. ഓക്കെ, പറഞ്ഞോ. ശ്രേയ എന്ത് പറഞ്ഞു? എന്താ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അറിയാത്ത ഒരാൾക്ക് ശ്രേയ എങ്ങനെ പറഞ്ഞു കൊടുക്കും? The reaction in which high reactive elements react with less reactive elements react with high reactive elements. ഡെഫിനിഷൻ നമുക്ക് വേണ്ട, മനസ്സിലായിട്ടുള്ള കാര്യം. ഇത് പറഞ്ഞല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് തെറ്റാണ്. അത് എനിക്കിപ്പം ഞാനിപ്പം ഇംഗ്ലീഷ് വലുതായിട്ട് അറിയാത്തൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. അറിയാം എനിക്ക്, എന്നാലും വലിയതായിട്ട് അറിയത്തില്ല. അപ്പോൾ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. എന്നാൽ അത് എനിക്ക് മലയാളത്തിൽ എങ്ങനെ പറഞ്ഞു തരും എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഓരോരുത്തരോടും ഞാൻ ചോദിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി, നിങ്ങളിത് സ്കൂളിൽ പഠിച്ചതാണ്, നിങ്ങളോട് ഇപ്പോൾ ചോദിച്ച സമയത്ത് നിങ്ങൾ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു, കുറച്ച് എക്സ്ട്രാ കൂടെ മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്കറിയണം. ഓക്കെ, അതൊന്ന് ചോദിക്കാനായിരുന്നു. ഓക്കെ, പറഞ്ഞോളൂ. ശ്രേയ പറഞ്ഞോ. ഒരു റിയാക്ഷനിൽ കുറെ ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് കുറവ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഇതായിട്ട് റിയാക്റ്റ് ആവും. അത് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ അത്
ഡെഫിനിഷൻ ആണ് പറയുന്നത്, ഡെഫിനിഷൻ്റെ മലയാളമാണ് പറയുന്നത്. അപ്പം അതെങ്ങനെയാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന നിങ്ങൾ എല്ലാവരും ഇപ്പം എനിക്ക് അതായത് ഓൾറെഡി നമുക്കറിയാം നിങ്ങൾ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയാം. നിങ്ങളെപ്പോഴും ഡെഫിനിഷൻ അതിൻ്റെ അർത്ഥം അങ്ങ് മനസ്സിലാക്കി വെച്ചിരിക്കുക, മനസ്സിലായോ? അതെന്താണ്, അതെങ്ങനെയാണ്, എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയിൽ നിന്ന്. അപ്പോൾ പോട്ടെ, അക്ഷിതയുടെ അഭിപ്രായം എന്താ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? അദ്വൈത് പറയണ്ട, അദ്വൈത് ഇവിടെ അറ്റൻഡ് ചെയ്താണ് ഈ ക്ലാസ്. പറഞ്ഞോളൂ, അക്ഷിത പറഞ്ഞോളൂ. ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ലോ റിയാക്റ്റീവ് ആയിട്ടുള്ളതിന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് അതിന്റെ സ്ഥാനത്ത് പോയിരിക്കും. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ? ഈ ഹൈ റിയാക്റ്റീവ് ഏതാ ലോ റിയാക്റ്റീവ് ഏതാന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാവും? റിയാക്ടിവിറ്റി സീരീസ്. റിയാക്ടിവിറ്റി സീരീസ് ഏതാ? അല്ല, അത് ഓരോന്നിന്റെയും എന്താ ഇപ്പോ ഏതൊക്കെ എലമെന്റ് അല്ല, ഇപ്പം FeSO4 അല്ല Fe+CuSO4 അതിനകത്ത് എന്തുവാ Feനെ Cuനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. കാരണം Cuനെക്കാളും ഹൈ റിയാക്റ്റീവ് Fe ആ. അതുപോലെ HCl ആണെങ്കിലോ? അതെനിക്ക് അറിഞ്ഞൂടാ. അതാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ജസ്റ്റ് ഒരു ഫ്രെയിമാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അല്ല, നിങ്ങൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താണെന്നുള്ളത്. അതായത് എന്താ, നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യാണ്. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് യാത്ര ചെയ്യാണ്. അപ്പോൾ സ്കൂളിൻ്റെ ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട് വരെ 5 കിലോമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ സ്കൂളിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ കയറിയിട്ട് സ്കൂളിൻ്റെ തൊട്ടടുത്ത സ്റ്റോപ്പിൽ നിന്ന്, അതായത് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ് തൊട്ടടുത്ത സ്റ്റോപ്പ്, അവിടെ നിന്ന് നിങ്ങളുടെ തൊട്ട അയൽവക്കത്തുള്ള ഒരു അപ്പൂപ്പൻ കയറി. ഓക്കെ, അപ്പം ബസ്സെല്ലാം തിരക്കാണ്, നിങ്ങൾ അവിടെ ഇരിക്കുകയാണ്. ഇന്ത്യയിലെ ഒരു കൾച്ചർ അനുസരിച്ചും നിങ്ങളൊരു സോഷ്യൽ മെൻറ്റാലിറ്റി ഉള്ള ആളാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ശ്രേയ? എഴുന്നേറ്റ് കൊടുക്കും. എഴുന്നേറ്റിട്ട് അപ്പൂപ്പനോട് പറയും, അപ്പൂപ്പൻ അവിടെ ഇരുന്നോളാൻ പറയോ? ശരിയല്ലേ? അതെ. ഓക്കെ, അപ്പം ആ സീറ്റ് എന്ന് പറയുന്നത്, ശ്രേയ ഇരുന്ന സീറ്റ് എന്ന് പറയുന്നത്, ശ്രേയ എന്ന് പറയുന്ന എലമെന്റ് അടങ്ങുന്ന ഒരു സോൾട്ട് സൊല്യൂഷനാണ്. ഓക്കെ, അപ്പം ആ സോൾട്ട് സൊല്യൂഷനകത്തുനിന്ന് ശ്രേയ അവിടെ നിന്ന് മാറിയിട്ട് ശ്രേയക്കാട്ടിലും മൂത്ത ആളായിട്ടുള്ള ആ അപ്പൂപ്പൻ അവിടെ വന്ന് ഇരുന്നു. ഓക്കെ, മൂത്ത ആൾക്കാർ ഇളയ ആൾക്കാരെ എന്ത് ചെയ്യും? അവിടെ ഒന്ന് മാറ്റിയിട്ട് ആ മൂത്ത ആൾക്കാർ എന്ത് ചെയ്യും? ആ ഇളയ ആൾക്കാർ ഇരുന്ന പൊസിഷനിൽ വന്ന് ഇരിക്കും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ഫ്രെയിം. എന്നാൽ ആ മൂത്ത ആൾക്കാരാരാ ഇളയ ആൾക്കാരാരാ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അല്ലാതെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങളെല്ലാം കുറേ ഡെഫിനിഷൻ പറഞ്ഞു, നിങ്ങൾ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞു, എന്നാൽ വേറൊരു എക്സാമ്പിൾ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു എക്സാമ്പിൾ തന്നെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അത് തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. വേറെ ഏത് ചോദിച്ചാലും നിങ്ങൾ പറയും, അയ്യോ ഞാൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എല്ലാം പഠിച്ച ആളാ, പക്ഷേ ഇതാണ് പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ സിമ്പിളായിട്ട് പറയാം, അതാണ്. അതായത് ഒരു അപ്പൂപ്പൻ നിങ്ങളുടെ ബസ്സിൽ കയറിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ അവിടെ എണീറ്റ് കൊടുത്തു. ആ കസേരയാണ് ശരിക്കും, ആ സീറ്റായിരുന്നു നിങ്ങളടങ്ങുന്ന അതിൻ്റെ സോൾട്ട് സൊല്യൂഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മുടെ അക്ഷിത പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ആദ്യം തുടങ്ങാം. അതല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എക്സാമ്പിൾ, അതായിരിക്കും നിങ്ങൾ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എഴുതിയിട്ട് ഈ ഒരു ഇത് എഴുതിക്കോ, റിയാക്ഷൻ ഇൻ വിച്ച് മോർ റിയാക്റ്റീവ് എലമെന്റ് ഡിസ്പ്ലേസ് less reactive elements from its salt solution is known കേട്ടോ. അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്നേ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മോർ റിയാക്റ്റീവ് ആൾ വന്നിട്ട്, ഇപ്പം ഒരു ഉദാഹരണം പറയാണ്, അതായത് കോപ്പർ കസേരയിൽ ഇരിക്കുന്നു, അയൺ വന്നു. കോപ്പർ കസേരയിൽ ഇരിക്കുന്ന അയൺ വന്നെന്ന് പറഞ്ഞാൽ അയൺ കോപ്പറിനെക്കാട്ടിലും റിയാക്റ്റീവ് ആയെന്ന് പറഞ്ഞാൽ കോപ്പർ അങ്ങോട്ട് മാറിയിട്ട് അയൺ വന്നിരിക്കുക എന്നല്ല. കോപ്പറിന്റെ സൊല്യൂഷൻ ഫോമിലായിരിക്കണം, അതായത് സോൾട്ട് സൊല്യൂഷൻ ഫോമിലായിരിക്കണം. എന്നാൽ മാത്രമേ അവിടെ നടക്കത്തുള്ളൂ.
അല്ലാതെ ഞാനൊരു ഇപ്പം നമ്മുടെ വയറില്ലേ, നമ്മുടെ വീട്ടിൽ കറണ്ടൊക്കെ പോകുന്ന വയർ, അത് കോപ്പറാണ്. ഒരു കോപ്പറിനെ കൊണ്ട് ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ട് വെച്ചു. എൻ്റെ വീട്ടിലെ എന്താണ് വാർക്കുന്ന കമ്പി ഇരുമ്പാണ്. ആ ഇരുമ്പിൻ്റെ ഒരു പീസ് എവിടെ ഇരുന്നുണ്ട്, ഇപ്പോൾ ഇവിടെയൊക്കെ ഇരുമ്പിൻ്റെ പീസുണ്ട്. ആ പീസ് ചെയ്യാൻ വേണ്ടി ഇതിനെ രണ്ടും കൊണ്ട് മുട്ടിച്ച് കഴിഞ്ഞാൽ കോപ്പർ ഇരിക്കുന്നിടത്ത് ചാടി വന്ന് അയൺ ഇരിക്കുന്നിടത്ത് കോപ്പറും വന്നിരിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ പറയുന്നതല്ല അങ്ങനെ, മോർ റിയാക്റ്റീവ്. പക്ഷെ നിങ്ങൾ ആ ഒരു കാര്യം മാത്രം പറഞ്ഞില്ല, ആ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഒരാൾ അതിൻ്റെ സോൾട്ട് ഫോമിൽ സൊല്യൂഷൻ ഫോമിലായിരിക്കണം. ആ സോൾട്ട് സൊല്യൂഷനകത്തോട്ട് മറ്റേ ആളിനെ ചേർക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അതിനകത്തെ അതായത് പോസിറ്റീവായിട്ടുള്ള അയോൺ മാറിയിട്ട് ഇവൻ്റെ അയോൺ വന്നവിടെ. ഇപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നോൺ ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പം അതിന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമ്മൾ Fe എടുക്കുന്നു. Fe സോളിഡ് സ്റ്റേറ്റിലാണ്. എന്നാൽ ഞാനൊരു പാത്രത്തിനകത്ത് CuSO4 എടുക്കുന്നു. CuSO4ൻ്റെ കളർ എന്താണെന്നറിയോ? നേരത്തെ നമ്മൾ എന്താണ് സോൾട്ടിൻ്റെ കാണിച്ചത്, ഈ സോൾട്ടിൻ്റെ എല്ലാം കളറാണ് കാണിച്ചത്. എന്നാൽ ഇത് സൊല്യൂഷനാണ്, അക്വസ് ആണ്. കണ്ടോ, അക്വസ് എന്ന് പറയുമ്പോൾ കോപ്പർ സൾഫേറ്റിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. ഓക്കെ, ഇതിന് ബ്ലൂ കളറാണ്. എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഇതിന് രണ്ടിനും സെയിം വാലൻസി ആയതുകൊണ്ട് തന്നെ നോക്കിയോ, Fe2+നും CO. അപ്പോൾ ഇതെന്താണെന്നറിയോ, FeSO4+ എന്തോ ആവും, CO ആയിട്ട് മാറും. ഇതും അക്വസ് തന്നെ, അക്വസും ഇതും എന്ത് തന്നെയാണ്, ഇത് സോളിഡ് ആവും. അതായത് ബ്ലൂ കളറായിരുന്നു, അതെന്തായിട്ട് മാറും, ആ സൊല്യൂഷൻ്റെ കളർ എന്തായിട്ട് മാറും, ഗ്രീനായിട്ട് മാറും. എന്നിട്ട് ആ അയണിൻ്റെ മണ്ടയ്ക്ക് എന്ത് ചെയ്യുന്നറിയാമോ, ചെറിയ ബ്രൗൺ കളർ വരും. ഈ കോപ്പർ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ ആണല്ലോ, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഹിയർ Fe is more reactive than Cu. So Fe displaces Cu from, ഇതാണ് ഇമ്പോർട്ടൻറ്റ്, from CuSO4 solution. During this reaction, ഇവിടെ കളർ ചേഞ്ച് വരെ ഉണ്ടാവും. During this reaction, blue color of CuSO4 solution, blue color of CuSO4 solution disappear, and Fe becomes brown. Fe becomes brown due to the deposition of copper on its surface. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇനി രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ കൂടെ തരാം, അതും ഇതിൻ്റെ താഴോട്ട് അങ്ങ് എഴുതിക്കോ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ മാത്രം. സിങ്ക് സോളിഡ് സ്റ്റേറ്റിലുള്ളത് കോപ്പർ സൾഫേറ്റുമായിട്ട് ട്രീറ്റ് ആവുന്നു, അതായത് CuSO4 സൊല്യൂഷൻ, അത് അക്വസ് ആണ്. ഗീവ്സ്, സിങ്ക് കോപ്പറിനെക്കാട്ടിലും റിയാക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ സിങ്ക് സൾഫേറ്റ് അത് അക്വസ് സ്റ്റേറ്റിലാണ്. പ്ലസ് എന്തോ ഉണ്ടാകുന്നു, Cu ഉണ്ടാകുന്നു. Cu. ഇതേപോലെ തന്നെ വേറൊരു റിയാക്ഷനാണ് PB, സോളിഡ് സ്റ്റേറ്റിലാണ്, ലെഡ്, അത് CuCl2മായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അക്വസ്. അതെന്തായിട്ട് മാറുന്നു, PbCl2+ എന്തായിട്ട് മാറുന്നു, അത് അക്വസ് ആണ്. PbCl2+ Cu സോളിഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. ഇത് രണ്ടും കൂടെ എഴുതിയാൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.